മുഖ്യമന്ത്രിക്കെതിരെ ആരോപണവുമായി ബിജെപി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ വ്യാജ ഒപ്പിടുന്നവർ ഉണ്ടെന്ന് ബിജെപി വക്താവ് സന്ദീപ് വാര്യർ ആരോപിച്ചു. പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാർ ഫയലിൽ വ്യാജ ഒപ്പിട്ടുവെന്നും ബിജെപി ആരോപിച്ചു. വ്യാജ ഒപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. 2018 സെപ്റ്റംബറിലെത്തിയ ഒരു ഫയലിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ് വ്യാജമാണെന്നാണ് ആരോപണം. മലയാള ദിനാഘോഷം സംഘടിപ്പിക്കേണ്ടത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റേതായിരുന്നു ഫയൽ. സെപ്റ്റംബർ 3 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ച ഫയലിൽ പിണറായി വിജയൻ 9-ാം തീയതി ഒപ്പുവെച്ചു. എന്നാൽ ഈ തീയതികളിൽ മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയിലായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മയോ ക്ലിനിക്കിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചതായി കാണുന്നു. ഈ ദിവസങ്ങളിലൊന്നും മുഖ്യമന്ത്രി കേരളത്തിലേ ഇല്ല, അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിലാണ്. അപ്പൊ കേരളത്തിൽ 2 മുഖ്യമന്ത്രി ഉണ്ടോ? കേരളത്തിലെ പിണറായി വിജയന്റെ വ്യാജ ഒപ്പിടുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ? മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയപ്പോഴും പകരം ചുമതല മറ്റാർക്കും കൈമാറിയിരുന്നില്ല. സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഭരണനിർവഹണം വിദേശത്തിരുന്നും നടത്തുമെന്നാണ് സർക്കാർ വിശദീകരിച്ചത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഫയലുകളിൽ ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുന്നത് സ്വാഭാവികമാണെങ്കിലും മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നത് പേപ്പർ ഫയലിലാണ്. ആരോപണങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. ആൾറെഡി മുഖ്യമന്ത്രി കണ്ടതാണ്, ഒപ്പിട്ടതാണ്. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ വശങ്ങൾ പരിശോധിക്കണം. അത് അവരാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം തരേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം തീർച്ചയായും, വ്യാജ ഒപ്പാണെങ്കിൽ വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയലുകളിൽ പോലും ഒപ്പിടുന്നത് വ്യാജന്മാരാണ്. ഇതിപ്പോൾ ഒരു അപ്രധാനമായിട്ടുള്ള ഒരു ഫയലാണെന്ന് കണക്കാക്കാം. പക്ഷേ ഇതുപോലെ എത്ര പ്രധാനപ്പെട്ട ഫയലുകളിൽ മുഖ്യമന്ത്രി ഇല്ലാതെ അപരന്മാർ ഒപ്പിട്ടിട്ടുണ്ടാവും. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് തുറന്നു പറയണം. ഞാൻ രാവിലെ പറഞ്ഞില്ല, മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത മുഖ്യമന്ത്രിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഫയലുകളിൽ വേറെ ആളുകൾ ഒപ്പിടുന്നു. ഇതിനേക്കാൾ വലിയ ഒരു അപമാനം ഇനി കേരളത്തിനുണ്ടാവാനുണ്ടോ? അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. മുഖ്യമന്ത്രി രാജിവെക്കണം. ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കരുത്, കേരളത്തെ അപമാനിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് അവർക്ക് ഇതിൽ ന്യായീകരണം പറയാനുള്ളത്? ഈ ഫയലുകൾ കൊണ്ടുപോയി ഒപ്പിട്ടതാണോ? കൊണ്ടുപോയി ഒപ്പിട്ടതാണെങ്കിൽ 13-ാം തീയതി ഈ ഫയലുകൾ എങ്ങനെ പൊതുഭരണ വകുപ്പിൽ കാണുന്നു? ഈ ദിവസങ്ങളിൽ വേറെയും ആളുകൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ഇവരെല്ലാം അമേരിക്കയിൽ പോയിരുന്നോ? ഇനി അഥവാ അമേരിക്കയിൽ ആരെങ്കിലും ഫയലുകളുമായിട്ട് പോകണമെങ്കിൽ അതിന് ചട്ടങ്ങളും നിയമങ്ങളും ഇല്ലേ? ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒപ്പിട്ടത്? മുഖ്യമന്ത്രി എന്ത് ന്യായീകരണമാണ് ഈ കാര്യത്തിന് പറയാൻ പോകുന്നത്? ഗൗരവമേറിയ വിഷയമാണ്. ഇതൊരു സാധാരണ കേസല്ല. മുഖ്യമന്ത്രിയുടെ ഫയലുകളിൽ വേറെ ആളുകൾ ഒപ്പിടുന്നു, വ്യാജന്മാർ ഒപ്പിടുന്നു. വ്യാജന്മാരുടെയും തട്ടിപ്പുകാരുടെയും ആവാസ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വ്യാജന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക, തട്ടിപ്പ് സംഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഫയലിൽ വേറെ ആളുകൾ ഒപ്പിടുന്നു. അതീവ ഗൗരവമേറിയ വിഷയമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല. അദ്ദേഹം രാജിവെച്ച് മാന്യത കാണിക്കുകയാണ് വേണ്ടത്. കൂടുതൽ അപമാനിതനാവാൻ അദ്ദേഹം ശ്രമിക്കരുത്. PMO അതിനുള്ള എല്ലാ സംവിധാനമാണ്. ഇവിടുന്ന് ആരെയും കൊണ്ടുവരുന്നോ ഈ ഫയലുകളെല്ലാം? അത് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി ഈ ഫയലിൽ എങ്ങനെ ഒപ്പുവെച്ചു എന്നുള്ള കാര്യം, മുഖ്യമന്ത്രിയോടൊപ്പം ആരൊക്കെയാണ് വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബ്യൂറോക്രാറ്റുകൾ, ഞാൻ ചോദിക്കുന്നത് അതാണ്. മുഖ്യമന്ത്രിയോടൊപ്പം ഉദ്യോഗസ്ഥ വൃന്ദം ആരൊക്കെ ഉണ്ടായിരുന്നു? അതിലുള്ള ആളുകളാണോ ഇത് കൊണ്ടുപോയിരിക്കുന്നത്? മുഖ്യമന്ത്രി 21-ാം തീയതി വരെ അമേരിക്കയിലായിരുന്നു. 13-ാം തീയതി എങ്ങനെയാണ് ഈ ഫയൽ തിരിച്ച് പൊതുഭരണ വകുപ്പിൽ കാണുന്നുണ്ടല്ലോ? അതിനു മുമ്പ് ഈ കാലയളവിൽ വേറെ ഉദ്യോഗസ്ഥന്മാർ അതിന് മുകളിലും താഴെയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ വിദേശത്ത് പോയിരുന്നോ? ഈ ഫയൽ എങ്ങനെയാണ് ഒപ്പിടുന്നത്? ഈ ഫയലിൽ എങ്ങനെയാണ് ഒപ്പിടുന്നത്? ആ ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു സംവിധാനമില്ല. ഇത് ഡിജിറ്റൽ ഒപ്പല്ല. ഇത് നേരിട്ട് അദ്ദേഹം പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഒപ്പിടാൻ കഴിയില്ലെന്ന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ സ്കാൻ ചെയ്ത് ഒപ്പിട്ട ഒരു ഡിജിറ്റൽ ഒപ്പല്ല ഇത് നേരിട്ട് മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെ സംഭവിക്കണമെങ്കിൽ
മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു നിയന്ത്രണവും അവിടെ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ രാവിലെ പറഞ്ഞൊരു കാര്യം, അന്ന് MP ജയരാജൻ ഈ വിഷയത്തെ തുടർന്നാണ് അവിടുന്ന് സെക്രട്ടറി സ്ഥാനത്ത് മാറുന്നത്. അല്ല അത് ചോദിക്കട്ടെ, സെക്രട്ടറി സ്ഥാനത്ത് മാറുന്നത് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഈ ലോക്സഭ ഇലക്ഷൻ മുന്നോടിയായിട്ടാണ് MP ജയരാജൻ. അല്ല അത് വേറെ വിഷയം. അല്ല അത് പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കേണ്ട. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം നേരിട്ട് ഒപ്പിട്ടത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ഇതിനുത്തരം പറയും. എങ്ങനെ ഒപ്പിട്ടു, ആരൊപ്പിട്ടത് അല്ലെന്ന്. അതെ, മനസ്സിലായി. അതിന്റെ സബ്സിഡിയറി അല്ലേ, പ്രധാനപ്പെട്ട ആരോപണം അവിടെ നിൽക്കുകയല്ലേ. ആ ആരോപണത്തിന് മറുപടി പറയാതെ വേറെ ഒരു പിടിവള്ളിയിൽ പിടിച്ച് കയറുകയാണ്. ഇതിന്റെ മുകളിൽ എന്താണ് സർക്കാരിനും സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കും പറയാനുള്ളതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. ഇതിന് ഉത്തരം വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എന്താ നിലവാരക്കുറവ്? എന്ത് ആരോപണമാണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് മുഖ്യമന്ത്രിയുടെ ഫയലിൽ ഒപ്പിടുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതിലെന്താ നിലവാര തകർച്ച? എന്ത് നിലവാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളത് എന്നുള്ള കാര്യം ഇവിടെ അങ്ങാടിപ്പാട്ടാണല്ലോ. സരിതയ്ക്കും അധോലോക സംഘങ്ങൾക്കും കയറി ഇറങ്ങി നിരങ്ങാൻ കഴിയുന്ന സ്ഥലമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റി. ഇപ്പോൾ വ്യാജന്മാരെ കൊണ്ട് ഒപ്പിടിക്കുന്ന സ്ഥലമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി. പിന്നെ എന്താ നിലവാരം? സമ്പൂർണ്ണ നിലവാര തകർച്ചയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്. അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല. അല്ല, അതെല്ലാം ഞങ്ങൾ ആലോചിക്കും. ആദ്യം ഇതിന്റെ വിശദീകരണം ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ വരട്ടെ, അപ്പം നോക്കാം. ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഈ കാര്യത്തിൽ? അല്ല, ഇത് സംബന്ധിച്ചുള്ള വിഷയം ഇന്ന് വാർത്ത വന്നാലേ ഉള്ളൂ. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ബാക്കി കാര്യങ്ങൾ ആലോചിക്കും. അല്ല, ഇത് സംബന്ധിച്ച് ആദ്യം ഒരു വിശദീകരണം അവർ പറയണമല്ലോ. അന്വേഷണമല്ല, മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. അല്ല, നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ അവരുടെ വിശദീകരണം കാത്തിരിക്കേണ്ട ആവശ്യം അല്ല. ഞങ്ങൾ അത് സംബന്ധിച്ച് നിലപാടെടുത്തിരിക്കുകയാണ്. അത് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നാളെ നിങ്ങളോട് പറയും. ആക്ഷൻ പ്ലാൻ എന്താണെന്ന് ഇപ്പം തന്നെ പറയണ്ടല്ലോ, ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. മറ്റു വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകം രാഷ്ട്രീയ ആയുധമാക്കി CPM-ഉം കോൺഗ്രസും. ഉന്നത നേതാക്കളുടെ അറിവോടെയുള്ള കൊലപാതകമാണെന്ന് CPM ആരോപിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ മാനക്കേടിൽ നിന്ന് കരകയറാനുള്ള CPM ശ്രമമാണ് പാർട്ടി ഓഫീസുകൾക്ക് നേരെയുള്ള അക്രമമെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിപക്ഷ ആരോപണം ഉയരുന്നുണ്ട്. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തെ തുടർന്നുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. കൊലപാതകം നടന്ന് 4-ാം ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം അരങ്ങേറി. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന ആരോപണം CPM കടുപ്പിച്ചു. MPക്ക് മുഖ്യമായ പങ്കുണ്ട്, അടൂർ പ്രകാശിന് പങ്കുണ്ട്. ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പ്രധാനമായ റോളുണ്ട് എന്നതാണ് സത്യം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കള്ളയാക്ഷേപങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. CBI അന്വേഷണം നടക്കട്ടെ എന്ന അടൂർ പ്രകാശിന്റെ വാദം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ക്രെഡിബിലിറ്റിയെയും കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യുന്നു. ഈ അന്വേഷണത്തിന് ചുമതല റൂറൽ SP B അശോകിനെ ഏൽപ്പിച്ച സമയത്താണ് ഈ കേസിന്റെ ഗതിയാകെ മാറിയത്. അദ്ദേഹമാണ് കണ്ടെത്തിയത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹമാണ് ചാനലുകളെ കണ്ടുകൊണ്ട് ഈ കാര്യം ആദ്യമായിട്ട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ. എവിടെയെല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടോ അദ്ദേഹത്തെ റെക്കോർഡ് പരിശോധിച്ചാൽ അതൊക്കെ തന്നെ കളങ്കിതമായ ഒരു കഴിഞ്ഞകാല റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് പേരിലുള്ളത് കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ നടക്കുന്ന അക്രമം ആസൂത്രിതമെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖം നഷ്ടപ്പെട്ടു പോയ പാർട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു രക്തസാക്ഷിയെ തിരക്കി നടക്കുകയായിരുന്നു. CPM അക്രമത്തിനെതിരെ 14 ജില്ലകളിലും DCC അധ്യക്ഷന്മാരുടെ ഉപവാസം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരെ കണ്ടെത്താനാവാതെ പോലീസ്. INTUC നേതാവ് ഉണ്ണി ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതിനിടെ കൊല്ലപ്പെട്ട DYFI നേതാക്കളുടെ വീട്ടിൽ മന്ത്രിമാരായ J. മേഴ്സിക്കുട്ടിയമ്മയും KK ശൈലജയും സന്ദർശനം നടത്തി. അനുവാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ചേരുന്നത്. അനു, പോലീസ് അന്വേഷണം ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭ്യമാവുന്നത്? മന്ത്രിമാരടക്കമുള്ളവർ ഇന്ന് അവിടെ സന്ദർശനം നടത്തിയിരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ?
ഗോപി, വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികൾ, 2ാം പ്രതി അൻസാർ, 4ാം പ്രതി ഉണ്ണി എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിൽ ഉണ്ണി INTUC പ്രവർത്തകരാണ്, കോൺഗ്രസിന്റെ അനുഭാവിയാണ്. പല കോൺഗ്രസ് പരിപാടികളടക്കം ഇദ്ദേഹം പങ്കെടുക്കുന്ന ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചിരുന്നു. ഈ 2 പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും. അതേസമയം ഈ സംഭവം നടക്കുമ്പോൾ പരസ്പരം പ്രതികൾ വെട്ടുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് ഇതിൽ കാണാം. ഏതെങ്കിലും തരത്തിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവികത ഉണ്ടോ എന്ന സംശയം ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി ഇക്കാര്യം പറയുന്നില്ല. ഉണ്ണി അടക്കമുള്ളവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടുമ്പോഴും ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന സംശയവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ 2 പ്രതികളെ പിടിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPM ആവർത്തിച്ചു പറയുന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അടൂർ പ്രകാശ് MP ചൂണ്ടുന്ന ഈ രാഷ്ട്രീയ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന പ്രകാരമാണെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ രേഖകളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതികൾ ആരെങ്കിലും സംഭവത്തിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ ഈ കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അത്തരം പരിശോധനകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ നിരവധി നേതാക്കളാണ് ഇന്ന് കൊല്ലപ്പെട്ട മിഥുരാജിന്റെയും ഹക്ക് മുഹമ്മദിന്റെയും വീട്ടിലേക്ക് എത്തുന്നത്. ആദ്യം മന്ത്രി മേഴ്സിക്കുട്ടിയം എത്തി, അതിനു പിന്നാലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് കോൺഗ്രസ് പ്രകോപനപരമായി ഉണ്ടാക്കുന്ന നീക്കമെന്നാണ് ഇരു നേതാക്കളും പ്രതികരിച്ചത്. അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇവിടെ ഈ 2 യുവാക്കളുടെയും വീടുകൾ സന്ദർശിക്കും. നേരത്തെ ഈ സംഭവത്തിന് ശേഷം ചില കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ആ ഓഫീസുകൾ കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, അതുകൂടാതെ ഉമ്മൻചാണ്ടി എന്നിവരും സന്ദർശിച്ചു. ഗോപി, ശരി. ബംഗളൂരു ലഹരി മരുന്ന് കേസിൽ കേരളത്തിലും അന്വേഷണം വേണമെന്ന പ്രതിപക്ഷം. പിടിയിലായ 3 പ്രതികളും മലയാളികളാണ്. ഇവർക്കെതിരെ സംസ്ഥാന നാർക്കോട്ടിക് സെൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഭരണത്തിന് തണലിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ അരങ്ങ് തകർക്കുകയാണ്. ബംഗളൂരുവിൽ പിടിയിലായ 3 പേരും മലയാളികൾ. അതുകൊണ്ട് തന്നെ ലഹരിക്കടത്ത് കേസിൽ കേരളത്തിലും അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇന്ന് ഭരണത്തിന്റെ തണലിൽ മയക്കുമരുന്ന് മാഫിയ കേരളത്തിൽ അരങ്ങ് തകർക്കുകയാണ്. അതിന് ഈ സർക്കാരിന്റെ ഒത്താശയുണ്ട് എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി ബിനീഷ് കോടിയേരിക്കുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ബിനീഷ് കോടിയേരി അനൂപ് മുഹമ്മദിന്റെ ബിനാമി പാർട്ണറാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ആ കച്ചവടത്തിൽ വെറും 6 ലക്ഷം രൂപ മാത്രമാണ് താൻ മുതൽ മുടക്കിയത് എന്നൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘവുമായി CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനുള്ള ബന്ധത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കേരളത്തിലെ പോലീസും തയ്യാറാവണം. ബിനീഷിനെതിരെ കൂടുതൽ ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും രംഗത്തെത്തി. അനൂപുമായി നടക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ പണം വെളുപ്പിക്കാൻ വേണ്ടി B Capital എന്ന് പറയുന്ന ഒരു കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്ത് ബാംഗ്ലൂരിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഓരോ വാദങ്ങളും കളവായി മാറുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം കേസിൽ ആദ്യം പിടിയിലായ മുഹമ്മദ് അനൂപ് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കൊച്ചി യൂണിറ്റും അന്വേഷണത്തിൽ പങ്കാളികളാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, News 18. ബംഗളൂരിൽ മലയാളികൾ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കന്നഡ ചലച്ചിത്ര മേഖലയിലെ കൂടുതൽ പേരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്യും. കന്നഡ നടി രാഗിണി ദ്വിവേദിയും സുഹൃത്തും സർക്കാർ ജീവനക്കാരനുമായ രവിശങ്കറും CCB മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് സൂചന. രാഗിണി ദ്വിവേദിയെ കൂടാതെ കന്നഡ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ സഹോദരനും ചലച്ചിത്ര സംവിധായകനുമായ ഇന്ദ്രജിത്ത് ലങ്കേഷ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തെ തുടർന്നാണ് ഈ മയക്കുമരുന്ന് സംഘത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയത്. സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇന്ദ്രജിത്ത് ലങ്കേഷിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. താൻ കണ്ടതും കേട്ടതുമായ വിവരങ്ങൾ തെളിവുകൾ സഹിതം ഇന്ദ്രജിത്ത് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. Whatever information I knew, whatever I had to discuss with them regarding this to help them in their investigation, I've helped them and they are happy with it. സീരിയൽ നടിയും മലയാളിയുമായ അനിഖയാണ് കേസിലെ 1ാം പ്രതി.
അനൂപ് മുഹമ്മദ് രണ്ടാം പ്രതിയാണ്. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലഹരി മരുന്ന് കേസിലെ പ്രതി മുഹമ്മദ് അനൂപിന്റെ പിതാവ് ബഷീർ പറയുന്നതനുസരിച്ച് ബിരുദ പഠനത്തിന് ശേഷം അനൂപ് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചെന്നാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് സാമ്പത്തിക സഹായം കൊടുത്തിട്ടില്ല. ജനുവരിയിലാണ് അവസാനമായി മകൻ വീട്ടിൽ വന്നത്. ലഹരി മരുന്ന് ഇടപാടിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും ബിനീഷ് കോടിയേരി വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നുവെന്നും ബഷീർ പറഞ്ഞു. സാമൂഹിക അകലം പാലിക്കണമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണണം. സ്ത്രീകളുടെ വാർഡിൽ ഒരു കട്ടിലിൽ 3 പേരെയാണ് കിടത്തിയിരിക്കുന്നത്. തറയിൽ തുണി വിരിച്ച് കിടക്കുന്ന രോഗികൾ വേറെയും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഭിത്തിയിൽ എഴുതിയിരിക്കുന്നു, സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. സാമൂഹിക അകലവുമില്ല, കോവിഡ് പ്രോട്ടോക്കോളുമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ത്രീകളുടെ വാർഡിലാണ് ഈ കാഴ്ച. രോഗികളുടെ ബാഹുല്യം കാരണം ഒരു ബെഡിൽ കിടക്കുന്നത് 3 പേർ വരെ. ഇതിന് പുറമെ നിലത്ത് തുണി വിരിച്ചും രോഗികൾ കിടക്കുന്നു. എല്ലാ പേഷ്യൻസും വളരെ അധികം ബുദ്ധിമുട്ടിലാണ്. ഈ പറയുന്ന വാർഡിന് മുന്നിലൂടെയാണ് ഇടയ്ക്കിടയ്ക്ക് കോവിഡ് പേഷ്യന്റിനെ പല ചെക്കപ്പിന് കൊണ്ടുപോകുന്നത്. ആ ചെക്കപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് പുറത്തു നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ആ പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതിനേക്കാളും വളരെ മോശത്തിലാവുകയാണ്. ഒരു ബെഡിൽ 2 പേരുണ്ട്. അതിന്റെ ബെഡിന്റെ താഴെ പിന്നെ 2 പേരുണ്ട്. പൊതുനിരത്തുകളിൽ പോലും സാമൂഹിക അകലം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമ്പോഴാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഈ ദുരവസ്ഥ. കുറച്ചുകൂടി ലോക്ക്ഡൌൺ ഒക്കെ പിൻവലിക്കുകയും ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഒരുപാട് ജനങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്ന സാഹചര്യത്തിലാണ് നമുക്കിപ്പം ഗവൺമെന്റ് ആശുപത്രിയിൽ കൂടിയ തിരക്കുകൾ നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലെ കൂടുതൽ ആശുപത്രികൾ കോവിഡ് സെന്ററുകളാക്കി മാറ്റിയതോടെയാണ് മെഡിക്കൽ കോളേജിൽ തിരക്ക് കൂടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കോവിഡ് ഇതര ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന രോഗികൾക്ക് മതിയായ സൗകര്യമൊരുക്കാനാവാത്തത് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ടി.ജി. സജിത്, ന്യൂസ് 18, തിരുവനന്തപുരം. യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ വീണ്ടും സമവായ നീക്കവുമായി സർക്കാർ. ഈ മാസം 10-ന് ഇരുവിഭാഗങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. സർക്കാർ നീക്കവുമായി സഹകരിക്കുമെന്ന് ഇരുവിഭാഗങ്ങളും പ്രതികരിച്ചു. ഇരുസഭകളുമായുള്ള തർക്കം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങി തുടങ്ങിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നീക്കം. ഈ മാസം 10-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാകും ചർച്ച എന്നാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചയോടെ സഹകരിക്കുമെന്ന് ഇരുപക്ഷവും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകളോട് ഇതുവരെയും ഓർത്തഡോക്സ് സഭ സഹകരിക്കായിരുന്നു. ഇനിയും മുമ്പോട്ടും അങ്ങനെ സഹകരിച്ചേ പോവുകയുള്ളൂ. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനായിട്ട് നിയമനിർമ്മാണത്തിൽ കൂടി ഈ പ്രതിസന്ധിയെ പരിഹരിക്കുവാനും ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുവാനുമായിട്ടുള്ള മാർഗം അവലംബിക്കണമെന്ന് ഈ സഭയുടെ പേരിൽ, ഈ സമരത്തിന്റെ പേരിൽ ഞങ്ങൾ വിനീതമായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. നേരത്തെ തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചെങ്കിലും ഫലം കണ്ടില്ല. യാക്കോബായ വിഭാഗം ചർച്ചയ്ക്കെത്തിയെങ്കിലും മറുവിഭാഗം വിട്ടുനിന്നു. സുപ്രീം കോടതിയിലടക്കം കേസ് നിലനിൽക്കുന്നതിനാൽ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടെന്ന് അന്ന് ഓർത്തഡോക്സ് പക്ഷം തീരുമാനിച്ചിരുന്നു. അതേസമയം ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സഭയുടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു. വരുന്ന ദിവസങ്ങളിൽ പള്ളികൾക്ക് മുന്നിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കും. ന്യൂസ് 18, കൊച്ചി. ആലപ്പുഴ കരുവാറ്റ സർവീസ് സഹകരണ ബാങ്കിൻ വൻ കവർച്ച. 4.5 കിലോ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയി. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് മോഷണം. 5 ദിവസമായി ബാങ്ക് അവധിയായിരുന്നു. ഇന്നാണ് മോഷണം വിവരം അറിഞ്ഞത്. ശരണ്യ ചേരുന്നു. ശരണ്യ, എന്താണ് ഈ ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നൽകുന്ന വിവരങ്ങൾ? ഗോപി, വൻ കവർച്ചയാണ് ആലപ്പുഴ കരുവാറ്റ സഹകരണ ബാങ്കിൽ നടന്നത്. 4.5 കിലോഗ്രാം സ്വർണമാണ് മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ 4 ലക്ഷം രൂപയും മോഷണം പോയതായാണ് ഇപ്പോൾ പ്രാഥമികമായ കണക്കുകൂട്ടൽ. ഒപ്പം തന്നെ 5 ദിവസമായിട്ട് ബാങ്ക് ഓണാവധി പ്രമാണിച്ച് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് ബാങ്ക് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്, അതായത് പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് മോഷണം നടന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. കാരണം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ലോക്കർ മാറ്റിയിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ 4.5 കിലോഗ്രാം സ്വർണം മോഷ്ടിച്ചിട്ടുള്ളത്. പണമായുള്ളത് 4 ലക്ഷം രൂപയുമാണ് എടുത്തിട്ടുള്ളത്. സ്വർണമായിരുന്നു പ്രധാന ലക്ഷ്യമെന്നാണ്
പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല ഇവർ അകത്ത് കടന്നിട്ടുള്ളത് ജനൽ കമ്പികൾ വളച്ച ശേഷമാണ്. സ്ഥലത്ത് എന്തായാലും ഡോഗ് സ്ക്വാഡും പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ വന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു കവർച്ച തന്നെയാണ് നടന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിന് പിന്നിൽ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോപി. ശരി ശരണ്യ. സംഘർഷങ്ങൾ തുടരുന്നതിനിടെ കരസേനാ മേധാവി ജനറൽ എം നരവാനെ ലഡാക്കിലെത്തി. അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കരസേനാ മേധാവി 2 ദിവസം ലഡാക്കിൽ തുടരും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അതിർത്തിയിൽ സേനാവിന്യാസം ഇന്ത്യ ശക്തമാക്കി. ചൈനയുമായി നടത്തിയ സൈനികതല ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിലാണ് കരസേനാ മേധാവി ലഡാക്കിലെത്തിയത്. മേഖലയിലെ സൈനിക ഉദ്യോഗസ്ഥരുമായി ജനറൽ എം നരവനെ ചർച്ച നടത്തും. വീണ്ടും സൈനികതല ചർച്ചയ്ക്ക് ചൈന താൽപര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് കരസേനാ മേധാവിയുടെ നേതൃത്വത്തിൽ രൂപം നൽകും. അതിനിടെ അതിർത്തിയിലെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാക്കി. പാങ്കോങ് തടാക തീരത്തെ 3 പ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേന നിലയുറപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ അതിക്രമിച്ചു കടക്കാനുള്ള ചൈനീസ് നീക്കം കഴിഞ്ഞ ദിവസം ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ലഡാക്ക് അതിർത്തിയിലേക്ക് ഇന്ത്യ കൂടുതൽ ആയുധശേഖരം എത്തിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സാഹചര്യം പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ഇന്നലെ വിലയിരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ ലഡാക്ക് സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്വകാര്യ വെബ്സൈറ്റിന്റെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. രാജ്യം ബിറ്റ്കോയിൻ ഇടപാടുകൾക്ക് ഒപ്പമെന്ന് ഹാക്കർമാർ ട്വീറ്റ് ചെയ്തു. ജോൺ വിക്ക് എന്ന പേരുള്ള ഐഡിയിൽ നിന്നാണ് നരേന്ദ്രമോദി .in എന്ന അക്കൗണ്ട് ഹാക്ക് ചെയ്തത്. ഇന്ത്യ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇടപാട് ആരംഭിക്കുന്നു. ദയവായി ബിറ്റ്കോയിൻ ഇടപാട് നടത്തൂ എന്നായിരുന്നു ഹാക്ക് ചെയ്തവർ ഇട്ട സന്ദേശം. മണിക്കൂറുകൾക്കുള്ളിൽ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ട്വിറ്റർ ഇന്ത്യ പ്രതികരിച്ചു. 83,000 കടന്ന് രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന വർധന. 83,883 പേർക്കാണ് 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മഹാരാഷ്ട്രയിൽ 17,433 പേർക്ക് പുതുതായി കോവിഡ് ബാധിച്ചു. ആന്ധ്രയിൽ 10,000-ലധികം പേർക്കും കർണാടകയിൽ 9,860 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. 1,043 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ആകെ മരണം 67,376 ആയി. നവമാധ്യമങ്ങൾ വഴി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അപവാദ പ്രചരണം നടക്കുന്നുണ്ടെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പ്രവർത്തകർക്ക് വാട്സപ്പിലൂടെ നൽകിയ സന്ദേശം ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു. തന്റെ സന്ദേശം തൊഴിലന്വേഷകർക്കെതിരല്ല. BJPക്കും കോൺഗ്രസിനും നവമാധ്യമങ്ങളിൽ പെയ്ഡ് ഏജൻസികളുണ്ടെന്നും MV ജയരാജൻ പറയുന്നു. പാർട്ടി പ്രവർത്തകർ മോശവും തെറ്റായതുമായ കമന്റുകൾ ഇടുന്നത് ഒഴിവാക്കണം. എന്തൊക്കെ കമന്റുകൾ ഇടണമെന്ന നിർദ്ദേശമാണ് താൻ നൽകിയതെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഒരു തൊഴിൽ രഹിതൻ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാൾ ജോലി ഇല്ലാത്തതിൻ്റെ ഫലമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എതിരാളികൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളും ആസൂത്രിതമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. UDFനും BJPക്കും വേണ്ടി നവമാധ്യമ മേഖലയിൽ പെയ്ഡ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരേ രീതിയിലുള്ള കുറിപ്പുകളാണ് കമൻറ്റുകളായി CPIM പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ പേജുകളിലും നേതാക്കളുടെ ഫേസ്ബുക്ക് പേജുകളിലും ലൈവ് പരിപാടികളും മറ്റും വരുമ്പോൾ പ്രതികരണങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പെയ്ഡ് ഏജൻസികൾ വഴി നടത്തുന്ന നവമാധ്യമ ഇടപെടലിൽ സൈബർ ഗുണ്ടായിസം കാണും, അപവാദ പ്രചരണങ്ങൾ കാണും. ഇതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിക്ക് യൂണിടാക്കിനെ തിരഞ്ഞെടുത്ത് റെക്രസന്റ് ആണെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് അനിൽ അക്കരെ MLA. യൂണിടാക്കിനെ പദ്ധതി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ലൈഫ് മിഷനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം വ്യക്തമാക്കി ലൈഫ് മിഷൻ CEO എഴുതിയ കത്തിന്റെ പകർപ്പ് അനിൽ അക്കരെ പുറത്തുവിട്ടു. മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന 4 അംഗ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അനിൽ അക്കരെ തൃശൂരിൽ പറഞ്ഞു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനു വേണ്ടി ഇന്ധനവുമായി വന്ന എണ്ണക്കപ്പലിൽ തീപിടുത്തം. കുവൈറ്റിൽ നിന്ന് പാരദ്വീപിലേക്ക് വന്ന കപ്പലിലാണ് ശ്രീലങ്കൻ തീരത്തിന് സമീപം തീപിടിച്ചത്. വിവരങ്ങളുമായി സുജിത്താണ് ചേരുന്നത്. സുജിത്ത്, വിശദാംശങ്ങൾ. ഗോപി, കുവൈറ്റിലെ മീന അൽ അഹമ്മദി തുറമുഖത്തു നിന്നും ഒഡീഷയിലെ പാരദ്വീപിലേക്ക് വന്ന കപ്പലിനാണ് തീപിടിച്ചത്. പനാമ രജിസ്ട്രേഷനിലുള്ള ന്യൂ ഡയമണ്ട് എന്ന കപ്പലിലാണ് അഗ്നിബാധ. കൊളംബോയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരത്തിലൊരു അപകടം
ഉണ്ടായതായി ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. 27,000 ടൺ എണ്ണ കയറ്റുന്ന ടാങ്കറിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. എണ്ണ ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ശ്രീലങ്കൻ നാവികസേന വ്യക്തമാക്കി. ശ്രീലങ്കൻ മറൈൻ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടർന്നു വരുന്നത്. നിലവിൽ ഈ അപകടത്തിൽ ആളപായം ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശ്രീലങ്കൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഒരു നിരീക്ഷണ വിമാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ശ്രീലങ്കൻ നാവികസേന കമാൻഡർ രഞ്ജിത്ത് രജപക്സെ അറിയിച്ചു. വലിയ രീതിയിലുള്ള അപകടം ആണ് ഉണ്ടായതെന്നും നാവികസേന വ്യക്തമാക്കുന്നുണ്ട്. ഗോപി, സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ കോവിഡ് കാലത്ത് സാമൂഹ്യ അകലവും മുന്നൊരുക്കങ്ങളും ജാഗ്രതയും നമ്മൾ ആവർത്തിച്ച് പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിലെ സാഹചര്യത്തിൽ അവിടെ ഒരു കിടക്കയിൽ 3 രോഗികൾ വരെ കിടക്കുന്ന അവസ്ഥ, കിടക്കയ്ക്ക് താഴെ ആൾക്കാർ കിടക്കുന്ന അവസ്ഥ, സാമൂഹ്യ അകലം പാലിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല പലയിടത്തും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു. ടി ജി സൈത്താണ് വിവരങ്ങൾ മേടിച്ചിരുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് വിശദമായി വന്നു. സൈത്താണ് വിവരങ്ങൾ വാങ്ങിച്ചിരുന്നത്. സൈത്ത്, അലാമിംഗ് ആയുള്ളൊരു ദൃശ്യങ്ങളാണ്. കാരണം മറ്റൊന്നുമല്ല, സാമൂഹ്യ അകലം പാലിക്കണം എന്ന് നമ്മൾ പറയുമ്പോഴും അത് പാലിക്കാൻ ഇടയാവാത്ത അല്ലെങ്കിൽ കഴിയാത്തൊരു സാഹചര്യം. ഇത് ആരുടെങ്കിലും അലംഭാവം കൊണ്ടോ കുറ്റം കൊണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോവിഡ് രോഗികൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉള്ള ആശുപത്രികളിൽ ആൾക്കാർ കൂടുന്നു എന്ന അവസ്ഥയുണ്ടാവാം. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി പരിശോധനയുടെ എണ്ണം കുറച്ചുകൊണ്ട് രോഗികളുടെ എണ്ണം കുറയുന്നു. പക്ഷേ പരമാവധി പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയേക്കാം. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖല അടിയന്തരമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നു. സജിത്ത്, എന്തൊക്കെ കാരണങ്ങളാലാണ് ആൾക്കാർക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് ഇവിടെ? ഗോപി, പ്രസക്തമായൊരു കാര്യമാണ് അത്. അതായത് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ വാർഡിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത് കൃത്യമായി സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖല നേരിടുന്ന ഒരു പുതിയ പ്രതിസന്ധിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴമാണ്. കാരണം
സംസ്ഥാനത്ത് കോവിഡ് ഉയർന്ന പശ്ചാത്തലത്തിൽ പല രീതിയിലും സാഹചര്യങ്ങൾ മാറ്റമുണ്ടായി. ആരോഗ്യരംഗത്തെ ചികിത്സാ രീതികളിലും ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രവർത്തന ശൈലിയിലുമെല്ലാം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതലായും കോവിഡ് പരിചരണ രീതികളിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ അവസ്ഥയ്ക്ക് എന്തുകൊണ്ട് കാരണമായി എന്ന ഉദാഹരണത്തോട് നമുക്കതിലേക്ക് വരാം. അതായത് തിരുവനന്തപുരം നഗരപ്രദേശത്ത് തന്നെയുള്ള ഏകദേശം 6-ലധികം ആശുപത്രികൾ ഇതിനൊക്കെ തന്നെ കോവിഡ് സെൻ്ററുകളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് അവിടങ്ങളിൽ കോവിഡ് രോഗികൾക്ക് മാത്രമാണ് ചികിത്സ നൽകി വരുന്നത്. അവിടങ്ങളിലെത്തിയിരുന്ന കോവിഡ് ഇതര അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇപ്പോൾ അത്തരം ആശുപത്രികളിൽ ചികിത്സയില്ല. അങ്ങനെയെങ്കിൽ അത്തരം രോഗികൾക്ക് പോകാൻ കഴിയുന്നത് ചുരുക്കം ചില ആശുപത്രികളിലാണ്. അതിലൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരത്തെ സാഹചര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കുമ്പോഴാണ് അത് പറയേണ്ടി വരിക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ കോവിഡ് രോഗികൾക്ക് പ്രത്യേക വിഭാഗമുണ്ട്. അതിന് പുറമെയാണ് കോവിഡ് ഇതര ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കുന്നത്. അവിടെയാണെങ്കിൽ നിരവധി രോഗികൾ വരുന്നു. പലരെയും ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണ്ടി വരുന്ന ഗുരുതര രോഗമുള്ളവരാണ് ഇതിൽ നിരവധി. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന രോഗികളിൽ അധികവും തന്നെ പ്രായാധികമുള്ളവരാണ്. നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുമാണ്. ഇവരെയെല്ലാം കിടത്തി ചികിത്സയെ മതിയാവും. പക്ഷേ കിടത്തി ചികിത്സിക്കാൻ മതിയായ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല എന്നതാണ് കാരണം. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു ബെഡിൽ തന്നെ 3-ലധികം പേർ, ബെഡിന് പുറമെ നിലത്ത് തുണി വിരിച്ചു പോലും ആൾക്കാർക്ക് കിടക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിന് പുറമെ ഇവരുടെ കൂട്ടിരിപ്പുകാരും കൂടി അവിടെ വരുന്നു. സ്വാഭാവികമായും വലിയൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം ഈ മെഡിക്കൽ കോളേജിൻ്റെ വാർഡുകളിൽ പോലും ഉണ്ടാകും. എത്രയധികം രോഗസാധ്യത ഇത് ഉണ്ടാക്കുമെന്ന് ഏതെങ്കിലും ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം പോലും നമ്മൾ തേടേണ്ടി വരില്ല. കാരണം സാധാരണ ജനങ്ങൾക്ക് അടക്കം പരിചിതമാണ് ഇത്രമധികം ആൾക്കാർ ഒന്നിച്ചിരുന്നാൽ രോഗം പടരാനുള്ള സാധ്യത എത്ര കണ്ട് വലുതാകും എന്നത്. അതാണ് ഇപ്പോഴത്തെ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം. ഗോപി സൂചിപ്പിച്ച പോലെ ഇതൊരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ചിത്രം മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ തരത്തിലുള്ള എല്ലാ ആശുപത്രികളെയും ഈ അവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് നിലവിലുണ്ടാകുന്ന സാഹചര്യം. ആരോഗ്യ വിദഗ്ധരും ആ തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ആതുരാലയങ്ങൾ തന്നെ ഈ രോഗവാഹകരാകുന്ന അല്ലെങ്കിൽ രോഗപകർച്ചയ്ക്ക് ഇടമാക്കുന്ന ഒരു പുതിയ സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുന്നു എന്നതാണ്. അതായത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്നുള്ള ഇടപെടൽ വേണ്ട ഒരു സാഹചര്യമാണ് ഈ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ആ തരത്തിലുള്ള ഇടപെടലാണ് വിദഗ്ധർ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. കാരണം സൈത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ മേഖല ഒരുമിച്ച് നേരിട്ടേണ്ട ഒരു വലിയ വെല്ലുവിളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്തോഷ് KS, നഴ്സസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഈ ഘട്ടത്തിൽ കയറുന്നു. ശ്രീ സന്തോഷ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് പോകുന്നു. ദൃശ്യങ്ങൾ അങ്ങനെയാണ് തോന്നുന്നത്. താങ്കളുടെ അനുഭവത്തിൽ എങ്ങനെയാണ്? ഈ ഒരു സാഹചര്യം ഞങ്ങള് ഇതിന്റെ തുടക്കകാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. നമുക്ക് വലിയ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. ആശുപത്രികൾ, ഒരുപക്ഷെ ഞങ്ങൾ ന്യൂസ് 8ന്റെ ചാനൽ ചർച്ചയിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ആശുപത്രികൾ നമ്മുടെ ഈ കൊറോണ രോഗം പടർത്തുന്ന ഒരു സ്ഥാപനങ്ങളായി പോകും എന്നുള്ള ഒരു കാര്യം ആശങ്ക ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതാണ്ട് ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ കോവിഡ് രോഗികളല്ലാത്ത വാർഡുകളിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അത് രോഗികൾക്കായാലും ആ രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കായാലും വലിയ ഭീഷണിയും ബുദ്ധിമുട്ടുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് 200-ൽ പരം, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 200-ൽ പരം ആരോഗ്യ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അടക്കം കൊറോണ ബാധിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവർ ഡ്യൂട്ടി എടുത്ത് അവശതയിലായ സാഹചര്യം കൂടിയാണ്. വളരെ വളരെ ബുദ്ധിമുട്ടേറിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ സൈഡിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് മെഡിക്കൽ കോളേജിലെ ഐപികൾ നമുക്ക് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണം. അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആരോഗ്യം അപ്പാടെ അല്ലെങ്കിൽ കിടപ്പിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ഐപിയിൽ നമുക്ക് ശക്തമായ നിയന്ത്രണങ്ങൾ വേണം. ബൈസ്റ്റാൻഡുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം വേണം. നമ്മുടെ ആശുപത്രിക്കകത്ത് നമുക്ക് സാമൂഹ്യ അകലം പാലിക്കാൻ താങ്കൾ ഈ ആരോഗ്യ പ്രവർത്തകനാണ്, സ്വാഭാവികമായിട്ടും താങ്കളുടെ സജഷൻ വിലപ്പെട്ടതാണ്. പക്ഷേ ഞാൻ സംശയിക്കട്ടെ, ഈ ഐപിയിൽ എങ്ങനെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും സന്തോഷ്? അതിന്റെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചാണോ? ഞാൻ പറയാം. ഇപ്പം തന്നെ അവിടെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ അവിടുത്തെ പല നഴ്സുമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓർത്തോയിലൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ വേണ്ട അല്ലെങ്കിൽ ചികിത്സ നിർബന്ധമായ ഉടൻ തന്നെ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. മാറ്റിവെക്കപ്പെടേണ്ട കേസുകളൊക്കെ തന്നെ മാറ്റിവെക്കപ്പെടണം. സർജറികളൊക്കെ തന്നെ മാറ്റിവെക്കാൻ പറ്റുന്ന സർജറികൾ മാറ്റിവെക്കണം. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെയല്ല ചെയ്യുന്നത്.
എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകർക്കടക്കം നഴ്സുമാർക്കടക്കം അവർക്കത് കൈകാര്യം ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. വേറൊരു കാര്യം കൂടി നമ്മൾ പൊതുജനം കഴിഞ്ഞ ദിവസങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് വലിയ മാന്യത്തിലാണ് മനുഷ്യർ, കയ്യിൽ കാശുമില്ല. അപ്പം എന്തെങ്കിലും പണ്ടൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിരുന്നവർ കൂടി മാത്രമല്ല ഈ കോവിഡ് കാലത്തിന് ശേഷം സർക്കാർ സംവിധാനങ്ങളിൽ വലിയ വിശ്വാസ്യതയും മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം സർക്കാർ സംവിധാനത്തിലേക്ക് പോവുക എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ആൾക്കാർ ഒരുപാട് വരുന്നത് ആശുപത്രികളിൽ. സന്തോഷ്. അതെ അതെ അത് 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 ആ താങ്കൾ പറഞ്ഞ കാര്യം വളരെ വളരെ പരമമായ ഒരു സത്യമാണ്. ഒരു സമയത്ത് നമ്മുടെ സർക്കാർ ആശുപത്രികളെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കണ്ട ആൾക്കാരാണ്. പക്ഷെ ഇന്ന് സർക്കാർ ആശുപത്രികളുടെ സേവനം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അത് പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു പകർച്ചവ്യാധി വന്നപ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളാണ് ഇതിനെ തടയുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമുക്കറിയാം, പണ്ട് സൂററ്റില് പിന്നെ പ്ലേഗ് വന്ന സമയത്ത് അവിടെയുള്ള സ്വകാര്യ ആശുപത്രികളൊക്കെ തന്നെ അടച്ചുപൂട്ടിപ്പോയി. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളാണ് അതിന് തടയുന്നതിന് വേണ്ടി മുൻപന്തിയിൽ വന്നു നിന്നത്. എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിലും സർക്കാർ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനിയന്ത്രിതമായിട്ടുള്ള അഡ്മിഷനുകളും കാര്യങ്ങളുമാണ് നടക്കുന്നത്. നമുക്ക് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയല്ല, ഇപ്പൊ സർക്കാരിന്റെ നോൺ കോവിഡ് ഹോസ്പിറ്റലാക്കിയിട്ടുള്ള മിക്ക ആശുപത്രികളിലും വമ്പിച്ച തിരക്കുകളാണ് നമുക്ക് വരുന്നത്. നമുക്ക് കാഷ്വാലിറ്റികൾ അപ്പോഴൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരുന്നു. കാരണം അവിടെ നിന്നൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് ആൾക്കാർക്ക് രോഗം പടരുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. കാരണം നമുക്ക് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എങ്ങനെയാണ് താങ്കൾ അടക്കമുള്ളവർ കാണുന്നത്? കാരണം ഇപ്പൊ കോവിഡിൽ തന്നെ നമ്മുടെ ചികിത്സാ പ്രോട്ടോകോളിൽ പല രീതിയിൽ മാറ്റുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ മീൻസ് കോവിഡ് വന്നു കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ, അങ്ങനെ പല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ കോവിഡ് പോസിറ്റീവ് ആവുന്ന എല്ലാവരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അതുകൊണ്ടാണല്ലോ നമുക്ക് പല ഹോസ്പിറ്റലും കോവിഡ് ഹോസ്പിറ്റലാക്കിയിട്ടും പിന്നെയും അതിന്റെ ഡെവലപ്മെന്റും വേണ്ടി വരുന്നത്. അപ്പോൾ കോവിഡ് ചികിത്സാ പ്രോട്ടോകോൾ വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിന് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് എത്തിക്കൊണ്ടിരിക്കുന്നതിന് വല്ല പരിഹാരവുമാവോ? എങ്ങനെയാണ് നിങ്ങളടക്കമുള്ള വിദഗ്ധരുടെ ചിന്തകൾ? ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് വലിയൊരു ഭീകരാവസ്ഥ കൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലും ഇറ്റലി അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ കണ്ടതുപോലുള്ള വലിയ ഭീകരാവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആൾക്കാർ കോവിഡ് ബാധിച്ചവർ സുഖപ്പെട്ട് നല്ല ശതമാനം പേര് സുഖപ്പെട്ട് ദിവസവും വരുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ഏറ്റവും ഗുരുതരമായ അവസ്ഥ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ ആശുപത്രിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സയ്ക്ക് നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ അല്ലാതെ വലിയ തരം കോവിഡ് പോസിറ്റീവ് ആൾക്കാരെ എല്ലാം നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് സർജറികളടക്കം ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട സർജറികൾ മാത്രം ചെയ്യാൻ തയ്യാറാവണം. അല്ലാത്തത് നമുക്ക് തൽക്കാലത്തെങ്കിലും മാറ്റി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. നമ്മളും കിടപ്പിലായി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ബുദ്ധിമുട്ടിലായി പോകും. അതുകൊണ്ട് അധികാരികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മൊത്തത്തിലൊരു ചർച്ച വന്ന് പുതിയ ഒരു മാനദണ്ഡം തന്നെ രൂപീകരിക്കേണ്ട അവസ്ഥ സംജാതമായിട്ടുണ്ട്. സന്തോഷമാണ് പ്രത്യേകിച്ച്. ഇപ്പോൾ വിഷ്ണു ആ വാർഡിലുണ്ടെന്ന് തോന്നുന്നു. വിഷ്ണു ഇപ്പോൾ മെഡിക്കൽ കോളേജ് വാർഡിലാണോ? വിഷ്ണു കേൾക്കാമോ? വിഷ്ണുവിനെ കണക്ട് ചെയ്തിരുന്നു, പക്ഷേ അല്പസമയത്തിനകം നമുക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സായിത്ത്, ഇതിൽ ഇപ്പോൾ നഴ്സസ് യൂണിയൻ പ്രതിനിധി സംസാരിച്ചതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് വരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിലും പിന്നെ ബാക്കിയുള്ളവർ നിരീക്ഷണത്തിലേക്കൊക്കെ പോകുന്നു. സ്വാഭാവികമായിട്ടും ഇൻ പേഷ്യൻസിന് ഒരു നിയന്ത്രണം കൊണ്ടുവരിക അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ട ഒരു ഘട്ടമായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെയാണ് പൊതുവെ വിദഗ്ധരുടെ വിലയിരുത്തൽ? അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഈ തരത്തിൽ കിടത്തി ചികിത്സ നൽകുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ആരോഗ്യ വിദഗ്ധരും ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സർക്കാർ കേന്ദ്രങ്ങളിൽ നൽകുന്ന വിശദീകരണവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണം തന്നെ വളരെയധികം ഉയർന്നതാണ് എന്നതാണ് സാഹചര്യം. കാരണം മറ്റ് ഈ കോവിഡ് കാലഘട്ടത്തിൽ, അതായത് ഒരു പ്രത്യേക സാഹചര്യമുള്ളത്, സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തു, തൊട്ട് പിന്നാലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നിലവിൽ വന്നു. ഈ രണ്ട് പശ്ചാത്തലത്തിലും രണ്ട് രീതികൾ കൊണ്ട് ജനങ്ങൾ പൊതുവിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലേക്ക് എത്തിയില്ല. അതിലൊന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന പ്രത്യേക സാഹചര്യം, മറ്റൊന്ന് രോഗം പടരുമോ എന്ന പേടി, ഭയം ആൾക്കാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ എത്തിയില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യമല്ല. ഇപ്പോൾ മറ്റ് ചികിത്സയ്ക്ക്, അതായത് കോവിഡ് ഇതര ചികിത്സയ്ക്ക് വേണ്ടിയും ജനങ്ങൾ കൂടുതലായി ആശുപത്രികളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാഹചര്യം ആശുപത്രികളിലില്ല.
ഹൃദ്രോഗികൾ പലപ്പോഴും ഹൃദ്രോഗികൾക്ക് കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകേണ്ടതുണ്ട്, ശസ്ത്രക്രിയകൾ കൃത്യസമയത്ത് നടക്കേണ്ടതുണ്ട്, ക്യാൻസർ രോഗികൾ അത്തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നവരാണ്. ഇത്തരത്തിൽ അടിയന്തര ചികിത്സ വേണ്ടവരെ മാത്രമാണ് പ്രധാനമായും സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അവരെ ഇംപേഷ്യൻസ്, അതായത് അവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ചികിത്സ ഇപ്പോൾ നൽകി വരുന്നത് എന്ന് തന്നെയാണ് വിശദീകരണം. എന്തായാലും അവരെ ഉൾക്കൊള്ളുവാൻ പോലും അത്തരം അത്യാവശ്യ ചികിത്സയ്ക്ക് നൽകേണ്ടവരെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കിപ്പോഴില്ല എന്നതാണ് സാഹചര്യം. കാരണം പൂർണ്ണമായും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും കോവിഡ് ചികിത്സ നൽകുന്നതിനും വേണ്ടി ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു മേഖലകളിൽ ഈ പ്രതിസന്ധി നേരിടുന്നത്. ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു പ്രതിസന്ധിയല്ല, മറ്റു മേഖലകളിലും മറ്റ് മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലും സമാനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് എന്നതാണ്. മറ്റൊന്ന്, ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതലായും രോഗബാധ ഉണ്ടാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ ആരോഗ്യ പ്രവർത്തകരും ഈ വലിയൊരു തിരക്കിനിടയിൽ നിന്ന് രോഗപകർച്ച സാധ്യത ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അവർക്കും ഉണ്ടാകുന്നു എന്നത് ആശങ്കയുയർത്തുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ ഈ പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വലിയ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കും, എങ്ങനെ പെട്ടെന്ന് സൗകര്യങ്ങൾ ഒരുക്കും എന്നതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു പ്രത്യേക ആരോഗ്യ സാഹചര്യമാണ്, അടിയന്തര സാഹചര്യമാണ്. ഇതിനെ തീർച്ചയായും ഈ മണിക്കൂറിൽ നമ്മൾ അതാണ് അന്വേഷിക്കുന്നത്. വിദഗ്ധരോടുകൂടിയും നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ മാറ്റുക, അതിജീവിക്കുക. കാരണം ഇപ്പോൾ സൈത്ത് പറയുന്നത് പോലെ ഇത് തിരുവനന്തപുരത്ത് മാത്രം ഉള്ളൊരു ദൃശ്യമായിരിക്കില്ല. കാരണം മറ്റ് ആശുപത്രികളിലെല്ലാം കോവിഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു രോഗമുള്ളവർ ധാരാളമായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ ആശുപത്രികളിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരെ താങ്ങാൻ ആശുപത്രിക്ക് കഴിയാവുന്ന നിലവിൽ ഈ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ഇപ്പോൾ വാർഡിൽ നിന്നും, വിഷ്ണു വാർഡിലുണ്ടോ? വിഷ്ണു കേൾക്കാമോ? ഹലോ, വിഷ്ണു ഇപ്പോൾ വാർഡിലാണോ? അവിടെ മെഡിക്കൽ കോളേജിലാണോ? ഞാൻ ഇപ്പൊ വാർഡിൽ, ഇപ്പൊ ഞാൻ പുറത്താണ്. ഓക്കെ. വിഷ്ണുവിന്റെ ആരാ ആശുപത്രിയില്? എന്റെ അമ്മയായിരുന്നു. എന്താ അസുഖം? എന്റെ അമ്മയ്ക്ക് നെഞ്ചുവേനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ചെന്നപ്പോ അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ട ഫോർമാലിറ്റീസ് കഴിഞ്ഞു, നേരെ വാർഡിലേക്ക് കൊണ്ടുപോയി. വാർഡ് നമ്പർ 3-ലായിരുന്നു. ഏതായാലും ഇപ്പൊ ആശ്വാസമായോ? അത് ട്രീറ്റ്മെന്റ് ഒക്കെ? ഇല്ല, ആശ്വാസമല്ല. ഞാൻ എന്റെ അമ്മയെ അവിടുന്ന് കൊണ്ടുപോയി. എന്റെ അമ്മയ്ക്ക് അവിടെ കിടക്കാനൊരു സ്ഥലമില്ല. അവര് കൊണ്ടുപോയിട്ട് വേറൊരു പേഷ്യന്റിന്റെ കൂടെയാണ് കിടക്കാൻ പറഞ്ഞത്. ആ പേഷ്യന്റ് പിന്നെ ഒരു സൈഡ് ഫുള്ള് എന്താ സ്ട്രോക്ക് തളർന്നു കിടക്കുന്ന പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം പിന്നെ നിലത്ത് കിടക്കാൻ പറഞ്ഞു. ആ നിലത്ത് വേറെ 1-2 പേര് കിടപ്പുണ്ടായിരുന്നു. ബൈസ്റ്റാൻഡർ അല്ല, പേഷ്യന്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ സങ്കീർണമായ ഇപ്പൊ താങ്കൾ പറഞ്ഞ അമ്മ അറ്റാക്ക്, അപ്പൊ അത്രയും ക്രിട്ടിക്കലായ രോഗികളെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും ഇത്രയും ആൾക്കാർ വരുന്നുണ്ട് അല്ലേ അവിടെ? അതെ, ഇന്ന് ഉച്ചവരെ എന്റെ അമ്മ അവിടെ നിലത്താണ് കിടന്നത്. നിലത്ത് കിടക്കുന്നേ ബുദ്ധിമുട്ടില്ല. ആ നിലത്ത് കിടക്കുന്നത് വേറെ ആളുടെ ഛർദിയുടെ പുറത്ത് തുണിയിട്ടാണ് നമ്മൾ കിടന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് വരുന്നതിന്റെ ഒരു ഞങ്ങൾ അതായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ കോവിഡ് ആശുപത്രികളായിട്ട് മറ്റു ആശുപത്രികൾ മാറ്റപ്പെട്ടതോടുകൂടി ഇതുപോലുള്ള അടിയന്തര ഘട്ടത്തിൽ ആൾക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു സ്ഥലം സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജൊക്കെയാണ്. അവിടെ ആൾക്കാരുടെ എണ്ണം കൂടുന്നത്. എന്നിട്ടിപ്പോ വിഷ്ണു എന്താ ചെയ്തത്? അമ്മനെയും കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെയാണോ? ഞാൻ അമ്മനെയും കൊണ്ട് മറ്റു ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോയി ഒരു വാഷിന് വേണ്ടിയിട്ട് സാർ ഒരു 250-300 പേഷ്യൻസ് ഉണ്ട്. ആകപ്പാടെ ഉള്ളത് ഒരൊറ്റ ബാത്റൂമാണ് വർക്കിങ്ങിലുള്ളത്. 250 പേർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും കൂടി അല്ലേ? ഒരൊറ്റ ബാത്റൂം. ആ ബാത്റൂം ക്ലീൻ അല്ല. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഒന്ന് പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ വൊമിറ്റ് ചെയ്യും. ആ അവസ്ഥയാണ് ബാത്റൂമിന്റെ. ഈ കോവിഡ് പേഷ്യൻസിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രീറ്റ്മെന്റ്, ഓരോ ചെക്കപ്പിന് വേണ്ടിയിട്ട് അതുവഴിയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ കിടക്കുന്ന 3-ാം നമ്പർ വാർഡിന്റെ മുമ്പിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രം അവർ ഭയങ്കര അറ്റൻഷനായിട്ട് ആരും പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ കാണിക്കാറുണ്ട്. അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. അവിടെ ആരൊക്കെയാണോ വരുന്നത്, എവിടെ നിന്നൊക്കെയാണോ വരുന്നത്, എന്തൊക്കെ അസുഖമുള്ള ആൾക്കാരാണ് നമ്മൾ അടുത്തിരിക്കുന്നതോ കിടക്കുന്നതോ ഒന്നും നമുക്കറിയത്തില്ല സാർ. മനസ്സിലായി വിഷ്ണു. ഏതായാലും വിഷ്ണുവിൻ്റെ അമ്മയുടെ ആണ് അവിടെ അഡ്മിറ്റ് ചെയ്തത്. നന്ദി വിഷ്ണു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. സൈത്ത്, അദ്ദേഹം പറയുന്നത് ഒരു നിർണായകമായ പോയിന്റുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ്. നേരത്തെ നമ്മൾ സൈത്ത് തന്നെ സൂചിപ്പിച്ച പോലെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും ഒരുപാട് കൂടുന്നു. ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രവർത്തകർക്ക് അത് കൃത്യമായി നോക്കാനോ ഒരുപക്ഷെ അവരെ അഡ്രസ്സ് ചെയ്യാനോ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യാനോ പറ്റാത്തത്ര എണ്ണം കൂടുന്നു. രണ്ടാമത് നേരത്തെ പറഞ്ഞൊരു നിർണായക പോയിന്റ്, ഇത്തരം ഹാർട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ പക്ഷാഘാതങ്ങൾ വന്ന് കിടക്കുകയാണ് ഒരാളെന്നാണ് വിഷ്ണു പറയുന്നത്. അത്തരത്തിൽ ഹൈ റിസ്ക് പേഷ്യൻസ് ആണ് സൈത്ത് ഇത് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അത് അടിയന്തരമായി തന്നെ നമ്മൾ ആരോഗ്യ സംവിധാനങ്ങൾ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകതയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ വാക്കൊന്നും മനസ്സിലാവുന്നത് അല്ലേ സൈത്ത്?
തീർച്ചയായും അത് ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ ഈ ആതുരാലയങ്ങൾ, ആശുപത്രികൾ തന്നെ രോഗം പടർത്തുന്ന കേന്ദ്രങ്ങളായി മാറുന്നു എന്നതാണ്. സ്വാഭാവികമായും ഈ ആശുപത്രിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ചികിത്സ തേടി എത്തുന്നവരോ അവരുടെ കൂട്ടിരിപ്പുകാരോ തങ്ങൾക്ക് രോഗം ബാധിച്ചില്ല എന്ന ഉറപ്പിൽ, എന്തുറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പുറത്തിറങ്ങും എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം അത്ര അധികം ദുർഘടമായ അല്ലെങ്കിൽ വലിയൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നതാണ് അവസ്ഥ. ഇത് തിരുവനന്തപുരത്തെ മാത്രം അവസ്ഥയല്ല, മറ്റ് പലയിടങ്ങളിലും സമാനമായ സാഹചര്യമുണ്ട് എന്നതാണ് വസ്തുത. സ്വാഭാവികമായും ആ തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അടിയന്തര സാഹചര്യത്തിലുള്ളവർക്ക് മാത്രമേ ചികിത്സ നൽകാവൂ, അല്ലെങ്കിൽ ഇത്തരം വാർഡുകളിലെ ഈ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനുള്ള ഏതു തരത്തിലുള്ള ഇടപെടലാവട്ടെ അതുണ്ടാവണം എന്നതാണ്. കാരണം അത് അങ്ങേയറ്റം ഇതാണ്. കാരണം നമുക്ക് പൊതുനിരത്തുകളിലൊക്കെ ആൾക്കാർ തടിച്ചുകൂടുകയും ആൾക്കാർ സാമൂഹ്യ അകലം പാലിക്കാതെയോ ഒക്കെ ഇരിക്കുമ്പോൾ കൃത്യമായി കേസെടുക്കുകയും ഇടപെടലൊക്കെ നടത്തുന്ന സംവിധാനങ്ങളാണ് സർക്കാരിൻ്റേത്. പോലീസ് ആവട്ടെ, ആരോഗ്യ പ്രവർത്തകരാകട്ടെ, ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ എങ്ങനെ ഈ അവസ്ഥ ഉണ്ടാകുന്നു? ഇതെങ്ങനെ പരിഹരിക്കപ്പെടുന്നു? ഇതെന്തുകൊണ്ട് സാമൂഹ്യ അകലം ഇവിടെ പാലിക്കപ്പെടുന്നില്ല, അതിന് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളതായ വിശദീകരണങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പെട്ടെന്ന് രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന സാഹചര്യമൊക്കെ. പക്ഷേ ഈ രോഗികളുടെ എണ്ണം കൂടുന്നതൊക്കെ ഒരു ന്യായമായി പറയാമെങ്കിൽ കൂടിയും ഇപ്പോഴും അവിടെ ആ സാഹചര്യം നിലനിൽക്കുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് പകർത്തിയ ദൃശ്യമാണത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ടാവില്ലേ? സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം പാളിച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരിക്കില്ലേ ഇത്? എന്തുകൊണ്ട് നമ്മൾ ഈ ഉയർത്തിക്കാട്ടുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഈ കാഴ്ച വരാതെ പോയി? തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യണം. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയും ഉണ്ടാവണം, എന്തായാലും ഇടപെടലുകളും ഉണ്ടാവണം. എന്തായാലും ആ തരത്തിലുള്ള ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വനിതാ വാർഡിലെ ദൃശ്യമാണിത്. സമാനമായ സാഹചര്യം മറ്റിടങ്ങളിലുമുണ്ട് എന്നതാണ്. അപ്പോൾ രോഗികളെ സൃഷ്ടിക്കുന്ന കേന്ദ്രങ്ങളായി ആതുരാലയങ്ങൾ മാറേണ്ടതുണ്ടോ? എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സാഹിത്യ തിരിച്ചു വരാം. ഏതായാലും ഈ മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിക്കാവുന്ന വിദഗ്ധർ അവരോടുകൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം അടിയന്തരമായി അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. നേരത്തെ ആ വാർഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ നമ്മളോട് പറഞ്ഞു, അത്രമാത്രം ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നതും. മാത്രവുമല്ല, ഈ സാമൂഹ്യ അകലം തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടിയന്തരമായി തന്നെ അതിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി അടക്കമുള്ളവരെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇന്ന് രാവിലെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭിത്തിയിൽ സാമൂഹ്യ അകലം പാലിക്കുക എന്ന് എഴുതി വയ്ക്കുമ്പോഴും പ്രായോഗികമായി അതില്ല. സ്വാഭാവികമായും രോഗികളുടെ എണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ആരോഗ്യമേഖല നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അതിന് തക്കതായ കാര്യങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായി സാഹിത്യ നേരത്തെ പറഞ്ഞു നിർത്തിയതിന് നമ്മുടെ ആതുരാലയങ്ങളിലേക്ക് ജനങ്ങൾ ഇപ്പോൾ ഒരുപാട് വന്നു തുടങ്ങുന്നു വിവിധ കാരണങ്ങളാൽ. സ്വാഭാവികമായും ഏറ്റവും ആവശ്യം വേണ്ടവരെ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടുള്ളവരെ അഡ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ എത്രമാത്രം തിങ്ങിനിറങ്ങിയാണ് കിടക്കുന്നത് എന്നാണ് കാണുന്നത്. ഔദ്യോഗിക ഇടപെടലാവട്ടെ അല്ലെങ്കിൽ ഇതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് ആവട്ടെ, അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാഹിത്യ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരം നിർത്താം. ആതുരാലയങ്ങളിൽ അസുഖം മാറാനാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ അവിടെ നിന്ന് അസുഖം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ അടിയന്തരമായി എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്? ചുരുങ്ങിയ വാക്കുകൾ സാഹിത്യം. ഗോപി, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാവേണ്ടത് ഈ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയും ബദൽ സംവിധാനങ്ങൾ ഏത് തരത്തിൽ പ്രായോഗികമാണ്? അതിലൊന്ന്,
അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്ക് മാത്രം ആശുപത്രികളിൽ അഡ്മിഷൻ നൽകുക എന്ന തീരുമാനം ഒന്ന്. പക്ഷേ സർക്കാർ ആശുപത്രികളിൽ നമുക്ക് പൊതുവിലറിയാം അടിയന്തര സാഹചര്യമുള്ളവർക്കാണ് സാധാരണ രീതിയിൽ അഡ്മിഷൻ നൽകാറുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കൂടുതൽ ഏറെക്കുറെ മാറ്റമുണ്ടാക്കാനും കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ ബദലായി ഇവർക്ക് ചികിത്സാ സൗകര്യം ഒരുക്കാൻ വേണ്ടി മറ്റേതെങ്കിലും വഴികൾ ഒരുക്കുക. അതായത് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി ആരംഭിക്കുമ്പോൾ ഉണ്ടായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ കൂടുതലായ ആൾക്കാർ കോവിഡ് ഇതര രോഗങ്ങൾക്കും വേണ്ടിയും ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് വരുന്നു. അതായത് ആദ്യ നാളുകളിൽ ചികിത്സ മാറ്റിവെച്ച രോഗികൾ ഇപ്പോൾ ആശുപത്രികളിലേക്ക് കൂടുതലായി എത്തുന്നു. അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തെ ഈ സർക്കാർ സംവിധാനത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾക്ക്, സർക്കാർ സംവിധാനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ഏറി എന്നതാണ്. ജനങ്ങൾക്കിടയിൽ ഈ കൂടുതലായി മെഡിക്കൽ കോളേജുകൾക്കോ മറ്റ് സർക്കാർ കേന്ദ്രങ്ങളിലേക്കോ കൂടുതലായി രോഗികൾ വരുന്നതിൻ്റെ ഒരു കാരണങ്ങളിലൊന്ന് അത് സ്വാഭാവികമായും അത് സർക്കാരിന് നേട്ടമായി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു നേട്ടമായി പറയാമെങ്കിൽ കൂടിയും, പക്ഷേ അത് നമുക്ക് എത്ര കണ്ട് ഈ സംവിധാനങ്ങൾ നമ്മുടെ സജ്ജമാണ് എന്ന കാര്യത്തിലാണ് സംശയമുണ്ടാകുന്ന കാര്യം. എന്തായാലും ഈ രോഗികളെ താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ അത് സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. എന്തൊക്കെയാണ് ബദൽ മാർഗ്ഗങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുക എന്ന കാര്യങ്ങളിൽ എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണവും ഇടപെടലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വിശദീകരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും സർക്കാർ അക്കാര്യത്തിലൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നേരത്തെ അത് സംബന്ധിച്ച കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇടപെടേണ്ട സമയവുമാണ്, ഘട്ടവുമാണ്. രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇനി റിസ്ക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്